മോർണിംഗ് ഡ്രൈവാണ്. കൂടെയുള്ളത് ആർജെ മത്തായിയും ആർജെ ഡാനിവുമാണ്. യെസ്. അതെ. ഇന്നിപ്പോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ നമ്മുടെയൊക്കെ ബർത്ത്ഡേയ്സ് നമ്മളെല്ലാവരും എല്ലാവരും എപ്പോഴും ഓർക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓർത്തില്ലെങ്കിൽ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നമ്മുടെ ചങ്കുകൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമ്മളെ വിളിച്ച് ഉറപ്പായിട്ട് ഓർമ്മിപ്പിക്കും, ചെലവ് ചെയ്യിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ. അപ്പൊ ഇന്നൊരു മഹാത്മാവിന്റെ ജന്മദിനമാണ്. അപ്പൊ അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ആ മഹാത്മാവിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം ചെയ്ത് കൂട്ടിയുള്ള കുറേയധികം നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും കൂടിയിട്ടാണ് ഞങ്ങളിപ്പോ ഇത് പറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വയലന്റ് ആയിട്ടും നമുക്ക് സോൾവ് ചെയ്യാം. സൈലന്റ് ആയിട്ടും സോൾവ് ചെയ്യാം. വയലന്റ് ആയിട്ട് അത് ആക്ച്വലി സോൾവ് ആവുമെന്ന് അറിയത്തില്ല. കാരണം വയലന്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉള്ളിലും ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതൊരു ഈഗോ ക്ലാഷ് ആവും. പിന്നെ ഒരു മൽപ്പിടുത്തത്തിനിടയിൽ ആര് ജയിക്കും, ആര് തോൽക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രശ്നത്തിന് സോൾവ് ആവുക. സൈലന്റ് ആയിട്ട് സമാധാനപരമായിട്ടാണെങ്കിൽ നമുക്ക് മൽപ്പിടുത്തത്തിന്റെ ആവശ്യമില്ല, തർക്കത്തിന്റെ ആവശ്യമില്ല. വളരെ സമാധാനപരമായിട്ട് നമുക്ക് ആ സാധനം സോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വളരെ സമാധാനപരമായിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാത്മാവിനെ ഓർക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഒക്ടോബർ 2. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ടല്ലേ? പ്രത്യേകിച്ച് ഇന്ന് സേവനവാരമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്, ഉണ്ട്. സ്കൂളിന്റെ പരിസരം നഗരസഭയുടെ അടുത്ത് ചെന്ന് മറ്റു സ്ഥലങ്ങൾ ക്ലീൻ ആക്കുന്നു. ഇന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രാവശ്യവും. പ്രത്യേകിച്ച് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗാന്ധി വേഷക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു കൂട്ടുകാരെ കാണാം. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. അദ്ദേഹത്തിന്റെ ജീവിതം മനുഷ്യർക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പ്രബോധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പ്രബുദ്ധമായിട്ടുള്ള വചനങ്ങളൊക്കെ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. മോർണിംഗ് ഡ്രൈവാണ്. കൂടെയുള്ളത് ആർജെ മത്തായിയും ആർജെ ഡാനിവുമാണ്.